നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ചായ കുടിക്ക്. എനിക്ക് വേണ്ട. രാവിലെ മുതൽ ജലപാനം ഇല്ലാത്തതാ. നീ ഇതെങ്കിലും കുടിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ കഴിപ്പിക്കാനും കുടിപ്പിക്കാനും വന്നേക്കല്ലേ കുഞ്ഞേച്ചി. ആകെ പിടിവിട്ട് നിൽക്കുവാ ഞാൻ. മോളെ, അതിനിവിടെ എന്ത് സംഭവിച്ചെന്നോ? എന്ത് സംഭവിച്ചോന്നോ? എന്റെ കഴുത്തിൽ എല്ലാരും കൂടി ഇട്ട് നീ കുരുക്ക് കാണുന്നില്ലേ നിങ്ങള്? പഠിക്കെങ്കിലും ചെയ്യായിരുന്നു എനിക്ക്. മോളെ, അതിന് കല്യാണത്തിന് നീ തയ്യാറായിരുന്നില്ലേ? കല്യാണത്തിന് തയ്യാറെന്ന് വെച്ചാ ഏതെങ്കിലും ഒരുത്തിനായിട്ടായിരുന്നോ കുഞ്ഞേച്ചി? മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെയല്ലേ ഓരോരുത്തർ കല്യാണം കഴിക്കുന്നത്. അല്ല, ഇവിടെ പറഞ്ഞിട്ട് എന്ത് മനസ്സിലാവാനാ? ആരെങ്കിലും കെട്ടിയില്ലെങ്കിൽ ഭിക്ഷക്കാരനെ കൊണ്ട് താലി കെട്ടിക്കുമെന്ന് പറഞ്ഞ ആളല്ലേ ശ്യാമൻ. കുഞ്ഞേച്ചിയെ പോലെ അല്ല എല്ലാരും ഒന്ന് കരുതിയാ മതി. ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. കാശുണ്ടെന്ന് കരുതി ഒരു പലിശ പിരിവുകാരന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ലായിരുന്നു ഞാൻ. ശ്യാമൻ, നീ വിഷ്ണുവേട്ടനെയാ? വിഷ്ണുവേട്ടനെന്നല്ല, കുഞ്ഞേച്ചി അടക്കമുള്ളവരെല്ലാരും എനിക്കിപ്പോ ശത്രുക്കളാ. എന്റെ ജീവിതം ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് വേലി കൊടുക്കുന്നത് കയ്യും കെട്ടി നോക്കി നിന്നവരാ. 10ാം ക്ലാസ് പോലും പഠിക്കാത്ത ശാരികേച്ചിക്ക് പോലും കിട്ടിയ ഒരു കോളേജ് ലെക്ചറർ എനിക്ക് കിട്ടിയതോ വെറും ഒരു ഡ്രൈവർ. മോളെ, എടി, ഇങ്ങനെയൊക്കെയാണോ നീ? ഇങ്ങനെയൊക്കെ തന്നെയാ കുഞ്ഞേച്ചി. സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് ഒരു കാര്യമില്ല. വിഷ്ണുവേട്ടന് ഒരു കാറുണ്ട്. ദത്തുപുത്രനെന്ന് ലേബലുള്ള ഈ രോഗത്തിന് എന്തുണ്ട്? നിങ്ങൾക്കൊക്കെ മാർക്കറ്റിലോ സിനിമയ്ക്കോ പോവാൻ തോന്നുമ്പോ കാർ എടുക്കാൻ പറഞ്ഞ കാർ എടുക്കണം, അത്ര തന്നെ. ഇത്രയൊക്കെ കണക്കെടുപ്പ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നീ നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാനും ഇതിന് പരിഹാരം കാണാനും എനിക്ക് കുറച്ച് സമയം തരണം നീ. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം നീ. രോഹത്തിനോട് നിനക്കുള്ള പിണക്കം സത്യം മാറിയരുത്. ഞാനും കൂടി ജീവിക്കുന്ന വീടാ, ഇത് നോർക്കണം. സത്യം അറിയാൻ പാടില്ലല്ലേ? കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഹലോ. ആ മാഡം, നിന്റെ വിളി കാത്തിരിക്കായിരുന്നു ഞാൻ. ഞാനിവിടെ വന്ന് ഒന്ന് കാലൂന്നി നിന്നതേ ഉള്ളൂ. അവിടെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഏയ്, ശ്യാമയുടെ കാര്യം എന്തായി? അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട് മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.